ആ പെണ്ണ് അവരുടെ നേരെ പാഞ്ഞെടുത്തു. അല്ലറി വിളിച്ചുകൊണ്ട് അവർ 3 പേരും അവിടെ നിന്ന് ഓടി. എവിടേക്ക് ഓടണം എന്നൊന്നും അവർ ആലോചിച്ചില്ല. പുറകെ എന്തൊക്കെയോ ശബ്ദം വെച്ചുകൊണ്ട് വരുന്ന ആ പെണ്ണിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഓടി എത്തിയതാകട്ടെ അതേ മതിലിൻ്റെ അടുത്തേക്കും. അവർ ഓടി തിരിച്ചെത്തിയത് ഇതെല്ലാം തുടങ്ങി വെച്ച അതേ സ്ഥലത്തേക്കാണ് എന്ന് മനസ്സിലാക്കിയ അവർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അപ്പോൾ ആ പെണ്ണ് അവരുടെ കയ്യിലുള്ള കത്തിയുമായി അടുത്തേക്ക് പറന്നെടുക്കുന്നത് അവർക്ക് കാണാം. ആ സ്ത്രീ ഇപ്പോൾ ഓടുകയല്ല, അവരുടെ 2 കാലും ഇപ്പോൾ നിലം തൊടുന്നില്ല. അവർ 3 പേരും അമ്പലത്തിൽ നിന്നിട്ട് പോലും ആ സ്ത്രീയെ അതൊന്നും ബാധിക്കുന്നേയില്ല. അവർ അവരുടെ അടുത്തേക്ക് പറന്നെത്തി. അവരുടെ കയ്യിലുണ്ടായിരുന്ന കത്തി മനീഷിന്റെ നേരെ ഓങ്ങി അവർ കുത്തി. ഇനിയൊന്നും ചെയ്യാനില്ല, മരണം ഉറപ്പായി എന്ന് പ്രതീക്ഷിച്ച് അവരടുത്തേക്ക് വരുന്ന നോക്കി നിന്നിരുന്ന മനീഷ് കാണുന്നത് അവർ തൊട്ടടുത്തെത്തിയത് പ്രകാശത്തിന്റെ ചെറു വെള്ളത്തരികളായി തെറിച്ചു പോകുന്നതാണ്. അവർ 3 പേരും അവിടെ സ്റ്റക്കായി നിന്നുപോയി. എല്ലാം ഇതോടെ അവസാനിച്ചിട്ടുണ്ടാവും എന്നവർ പ്രതീക്ഷിച്ചു. പക്ഷെ അപ്പോഴാണ് പെട്ടെന്ന് പുറകിൽ നിന്ന് കുറേ പേരുടെ കാലടി ശബ്ദം കേട്ടു തുടങ്ങിയത്. അവർക്കൊന്ന് പേടിക്കാനുള്ള ഊർജം പോലും ഉണ്ടായിരുന്നില്ല. അവർ അവസാന ഊർജവും സംഭരിച്ച് തിരിഞ്ഞു നോക്കി. മനീഷേ, എടാ നീയൊക്കെ എന്താ ഇവിടെ?